സാറേ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ അറിയാമല്ലോ, പാകിസ്ഥാൻ്റെ ഭാഗമാണെങ്കിൽ പോലും അവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് അവിടെ പോരാടുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അവരിപ്പോൾ ഹെറോഫ് എന്ന പേരിൽ സമാന മനസ്കരായിട്ടുള്ള കുറേയധികം സംഘടനകളെ ചേർത്തുകൊണ്ട് ഒരു പോരാട്ടം, ഒരു ഓപ്പറേഷൻ ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ആ ഓപ്പറേഷൻ വിജയമാണ്. അതായത് 130 പാക് സൈനികരെയാണ് അവർ ഈ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഭാഗമായി വധിച്ചിരിക്കുന്നത്, കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചൈനീസ് തൊഴിലാളികൾ വരുന്ന ഇടങ്ങളുണ്ട്, അവരെയും ചൈനീസ് തൊഴിലാളികളെയും കൂടെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ചൈനക്കാരും അത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചാവേർ പോരാളികളാണ് ഇവർ. ചാവേർ ആക്രമണമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പോരാട്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെറോഫ് എന്ന പേരിലുള്ള ഓപ്പറേഷൻ വിജയമായിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അല്ല, അതിന് ഒരു സാധ്യതയുണ്ട്. ബലൂചിസ്ഥാൻ കുറേ കാലം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആണ്. ഈ നീറിപ്പുകയുന്ന ഇഷ്യൂവിന് പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഒരു ജനത മൊത്തം ഒരു ഫൈറ്റിന് പരിഭാഗമായിരിക്കും. ജൂതന്മാരുടെ ഒരു കാര്യം അതാണ്. ജൂതന്മാരെ റോമൻ അധിനിവേശത്തിനെതിരെ അവർ നൂറ്റാണ്ടുകളോളമാണ് അതവർ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ ബെൻഹർ എന്നുള്ള സിനിമയിലൊക്കെ കാണാം. പിന്നെ ആ സമയത്താണ് ജീസസ് ജനിക്കുന്നത്, ജീസസ് രക്ഷകനായി സ്വയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ ഒരു ജൂതന്മാരുടെ ഇപ്പോഴുള്ള ഈ ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ അവരുടെ നീറലാണ്. അവരെല്ലാ സമയത്തും ഇടയ്ക്ക് അഫ്ലുവൻസിലേക്ക് വരും, ആ പ്രദേശം മൊത്തം അവർ കൈയെടുക്കും, പിന്നെ അവർ തമ്മിലടിച്ച് പരസ്പരം ഒന്നും അല്ലാതായി വേണം. ഈ ഒരു കാര്യമാണ് ഈ ബലൂചിസ്ഥാനിൽ കിടക്കുന്നത്. അതെന്ന് വെച്ചാൽ അവിടെ മുമ്പേ ബ്രിട്ടീഷുകാർക്ക് പോലും പൂർണ്ണമായി കീഴടങ്ങാത്ത ആളുകളാണ്. അതേസമയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ഗാന്ധിയൻ നിലപാടിനോട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ഒരു വർഗീയവാദമൊക്കെ വളരെ ശക്തിപ്പെട്ടു വന്ന അവസാനം ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്ത് എത്തിയപ്പോഴേക്കും അവിടെ ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് വരികയായിരുന്നു. അതായത് ഇന്ത്യയുടെ ഒരു ഏരിയ അപ്പുറത്ത് പാകിസ്ഥാൻ അപ്പുറത്തിടുക എന്നുള്ള ബ്രിട്ടീഷുകാർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഒരിക്കലും പാകിസ്ഥാനികളെ, സിന്ധികളെ, പഞ്ചാബികളെ അംഗീകരിക്കാൻ പറ്റില്ല. അവർ എഡ്യൂക്കേറ്റഡ് ആയ ആൾ, അതിൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ബാക്കിയുള്ള ഒരു വാരിയേഴ്സാണ്, ജനീൻ്റെ ഒരു വാരിയേഴ്സാണ്. അവർ വളരെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കൂടി ഉൾപ്പെടുത്തണം, എപ്പോഴും തുറന്നു കിടക്കുന്നൊരു പ്രദേശമാണ്. അവിടെ ഒരുപാട് മലകളൊക്കെ ഉണ്ട്. അതുവഴിയാണ് ഇന്ത്യയിലേക്ക് എല്ലാ ആക്രമണങ്ങളും വന്നിട്ടുള്ളത്. അതിലാദ്യം വന്നിട്ടുള്ളത് പേർഷ്യൻ ആക്രമണമാണ്, പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഹൂണന്മാരല്ല, ഇൻഡോ ഗ്രീക്സ്, പിന്നെ പാർത്തിയൻസ്, ശകം എന്ന് വെച്ചാൽ കനിഷ്കൻ, അതിനുശേഷം പിന്നെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ മുസ്ലിം ആക്രമണം, അറബ് ആക്രമണം, പിന്നെ വന്ന് ഗസ്നി, ഗോറി. ഇതിൽ ഈ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ആക്രമിച്ച ആ ഒരു പ്രദേശത്തോടുക. കാരണം അവിടെ താരതമ്യേന കയറിപ്പോകാൻ എളുപ്പമുള്ള കുന്ന്, ഇപ്പോൾ ഹിമാലയം കയറുന്ന പോലെ അല്ല, എന്നാൽ കുന്നുകളാണ്. അപ്പം ഒരുപാട് ഈ പറയുന്നത് പോലെയുള്ള അധിനിവേശങ്ങൾ സാക്ഷ്യം വഹിച്ചൊരു പ്രദേശമാണ്, എപ്പോഴും യുദ്ധങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായത്. പിന്നെ ലോകത്തുള്ള യുറേഷ്യൻ ബ്ലഡ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ബ്ലഡുമായി മിക്സ് ചെയ്തൊരു സ്ഥലവും കൂടിയാണ്. ഇതെല്ലാം കൂടിയാണ് അവരങ്ങനെ ഈ ധാതു, അതായത് നല്ല മിനറൽ റിച്ച് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്ന ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ സിന്ധിൽ നിന്നും പഞ്ചാബിൽ നിന്നും വരുന്ന ആളുകളാണ്. അതാണ് അവിടുത്തെ റിസോഴ്സസ് അവരടിച്ചിട്ടുണ്ട്. ഇവര് ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാടിലാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതെപ്പോഴും നിൽക്കുന്നത് പ്രധാനപ്പെട്ട എംപയർസിന്റെ എല്ലാം ഒരു ട്രൈ ജംഗ്ഷനിലാണ്. അപ്പം ഏൻഷ്യന്റ് കാലഘട്ടത്തിലാണെങ്കിൽ പേർഷ്യൻ, ഗ്രീക്ക്, ഇന്ത്യൻ, ഇതിൻ്റെയൊക്കെ ഇടയിലാണ്. മിഡീവൽ കാലഘട്ടം വരുമ്പം ടർക്കിഷ്, മുഗൾ ആൻഡ് ഇറാനിയൻ അതിൻ്റെ നടുവിലാണ്. അപ്പോൾ ആധുനിക കാലഘട്ടം പിന്നെ ബ്രിട്ടീഷ്, റഷ്യൻ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രഞ്ച് ഇതും കൂടി കിടന്നുണ്ട് അറബ് പ്രദേശത്തുള്ള, അതിൻ്റെ ഇടയിലാണ് ഈ പ്രദേശം. ഇപ്പോൾ ആണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പുറത്താണെങ്കിൽ പോലും അവിടെ അപ്പുറത്തൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ഇറാൻ്റെ പാകിസ്ഥാനായിട്ട് ചെറിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഈ പ്രദേശം. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് സോണാണ്. അതുപോലെ ഒരുപാട് റേഷ്യൽ മിക്സ് കാണുന്നത്. അവർ പെക്യുലർ ആയിട്ടുള്ള കൾച്ചറാണ്, മിനറൽ റിച്ചാണ്. അപ്പോൾ ഇന്ത്യ നമ്മൾ മുമ്പേ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഏറ്റവും ഓപ്പണായി സഹായിച്ച രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ഈ പറഞ്ഞ അവിടെ കൗണ്ടർ, നമുക്കിവിടെ ചെയ്യുന്ന പോലെ അവിടെ കൗണ്ടർ ഇൻസർജൻസി അവിടെ തുടങ്ങിപ്പിച്ചു. അവിടെ അന്ന് ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ തീവ്രവാദ പ്രവർത്തനം ഇപ്പം അവരായാലെങ്കിലും തീവ്രവാദം ഒരു വേ ഓഫ് അച്ചീവിങ് സം ഗോൾസ് ആണ്. ഇറ്റ്സ് എ വയലന്റ് വേ ഓഫ് അച്ചീവിങ്.
സം ഗോൾസ് എന്നുള്ളതാണ് നമ്മൾ തീവ്രവാദം എന്ന് പൊതുവേ പറയുക. ഒരു വയലൻ്റ് ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുകയാണ്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ തീവ്രവാദികളാണ്. അവരെ ഭാഷയിൽ പറയുമ്പോൾ എന്താണ്, എല്ലാ തീവ്രവാദികളും അതാത് നാട്ടിൽ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അതെ, എനിക്ക് അങ്ങനെ അല്ലാതെ തീവ്രവാദികൾ IS ആയിരിക്കും. IS ഒരു നാടിൻ്റെ സ്വന്തം അല്ലല്ലോ, അല്ല, ഒരു സമുദായം അവരെ ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ അൽ-ഖയ്ദ ആണെങ്കിലും താലിബാനൊക്കെ മുസ്ലിംസ് അവരുടേതാണെന്നൊക്കെ ചില ആളുകളൊക്കെ ഏറ്റെടുക്കുന്നത്. ഈ അൽ-ഖയ്ദനെയും ഈ ISISനെ ആരും ഏറ്റെടുത്തിട്ടില്ല അതുവരെ. അപ്പം ഇത്ര രാജീവ് ഗാന്ധിയുടെ സഹായത്തോടു കൂടി അവർ ശക്തമായി തിരിച്ചു. പക്ഷേ രാജീവ് ഗാന്ധി ശേഷം വന്ന് ഈ ജനതാദളുള്ള ഒരു സോഷ്യലിസ്റ്റ് മിനിമം അവരെന്ത് ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ഡൈല്യൂട്ട് ചെയ്ത് നോർമലൈസ്, അവരെന്ത് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തത്. ആ സമയത്താണ് അവരിവിടെ സ്ട്രൈക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ തീരുന്നു, ഇവിടെ കാശ്മീരിൽ തുടങ്ങുന്നു. നമ്മളെപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മോഡി അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോഡി ചെയ്യുന്ന കാശ്മീർ താരതമ്യേന ശാന്തമാണ്. അവന് വീട്ടിൽ പ്രശ്നമില്ല, അവൻ മറ്റുള്ളവരെ വീട്ടിൽ ആക്രമിക്കുക. അങ്ങനെയല്ല മാന്യന്മാരായിരിക്കും. ഇപ്പൊ കാനഡയൊക്കെ പോലെ, കാനഡയൊന്നും പൊതുവെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു രാജ്യമാണ്. അവരുടെ കാര്യം കഴിയുന്നതാണ്. ഇപ്പൊ ജസ്റ്റിൻ ട്രൂഡർ വരെ അവിടെ കാരണം ഈ സിഖ് തീവ്രവാദികളെ ഇൻഫ്ലുവൻസ് കൂടുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ സ്വാധീനം കൊണ്ടാണ് കാനഡ ഇപ്പം നമുക്ക് കുറച്ച് തലവേദന ഉണ്ടാകും. പൊതുവെ കാനഡ ഭയങ്കര ഡൊസൈലാണ്. സ്വീഡൻ, ബെൽജിയം ഇതൊക്കെ വളരെ ഡൊസൈലായിട്ടുള്ള രാജ്യങ്ങളാണ്. സ്വീഡൻ, നോർവേ ഒക്കെ. അപ്പം ഈ ഒരു മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാലം പാകിസ്ഥാൻ സൈന്യം എന്താ ചെയ്തുകൊണ്ട് കണ്ടവരൊക്കെ പിടിച്ചുകൊണ്ട് വരും, ഡിസപ്പിയർഡ് എന്ന് പറയാം, എന്നിട്ട് എവിടെ കൊന്നിടും. ഈ ബലൂചിസ്ഥാനിൽ അത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറ്റാക്ക് ഉണ്ട്, നിരന്തരം അവര് കുടുംബത്തിൽ പണിയും ആ ജനതയെ ഒന്നാകും. പിന്നെ ചൈനക്കാർക്ക് ഇപ്പോൾ അവിടെ വൺ റോഡ് വൺ ബെൽറ്റ് വൺ വേൾഡ് എന്നുള്ള ഒരു ലോകം ഉണ്ടല്ലോ, അവരുടെ കോൺസെപ്റ്റ് ഉണ്ട്. ലോകത്തെ പഴയ സിൽക്ക് റൂട്ടിനെ പുനരുജ്ജീവിപ്പിക്കല, ഇത് കടന്നു വന്ന ആ വഴിയാണ്. ഇപ്പൊ ചൈനക്കാരെ പാകിസ്ഥാൻ സൈഡ് നിന്നുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചൈന അപ്പുറത്ത് വരുമ്പോൾ അമേരിക്ക അപ്പുറത്ത് വരും. പിന്നെ നമ്മുടെ സപ്പോർട്ടുണ്ട്. ഈ ലോക തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പാതയിൽ പോകുന്നതല്ല. അസർബൈജാൻ അർമേനിയ നമ്മൾ ഇതെന്ന് നടന്നപ്പോൾ അസർബൈജാനെ സഹായിച്ചത് ആരാണ്? ഇസ്രായേലാണ്. പാകിസ്ഥാനൊക്കെ ആ സമയത്ത് അർമേനിയയുടെ സൈഡാന്ന് പറയാം. പാകിസ്ഥാൻ മറ്റേതോ രാജ്യങ്ങൾ, ഒന്ന് രണ്ട് തുർക്കിയാന്ന് തോന്നുന്നു, അർമേനിയയുടെ സൈഡായിരുന്നു. പാകിസ്ഥാൻ അസർബൈജാന്റെ സൈഡ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏത് യുദ്ധം വന്നാലും ഒരു ഫ്ലെക്സ് ആണത്. ന്യായത്തിന്റെ ഭാഗം ന്യായമല്ല, അവരുടെ ദേശീയ താല്പര്യമാണ്. അപ്പൊ ഇതിലിപ്പോ അവിടെ ഈ ചൈനീസ് സ്വാധീനം അമേരിക്കക്ക് ഇഷ്ടമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെ കുറയ്ക്കണമെങ്കിൽ അവിടെ ഒരു മണി കൊടുക്കണം. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ അവർക്ക് എല്ലായിടത്തും സപ്പോർട്ട് കിട്ടും. പക്ഷെ അമേരിക്കയുടെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ തീരുമാനം ഏത് സമയം ആവാം. ഉദാഹരണമായിട്ട് ശ്രീലങ്കൻ തീവ്രവാദികൾ അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർ അവിടെ ഈ 9/11 ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തമിഴ് ശ്രീലങ്ക തീവ്രവാദികൾക്കുള്ള സഹായം അവർ നിർത്തി. അതോടുകൂടി അവർ ഒതുങ്ങിയത്. അപ്പോൾ അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ അവർക്ക്. പക്ഷേ ദിസ് മൂവ്മെന്റ് ഈസ് വെരി സ്ട്രോങ് ഫോർ എവർ. ഈ ബലൂചിസ്ഥാന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി മറ്റൊരു രാജ്യം വേണം എന്നാണ് അവരുടെ. അവർക്ക് സ്വന്തമായ രാജ്യം വേണം. പക്ഷെ അങ്ങനെ സ്വന്തമായ രാജ്യം ഉണ്ടെങ്കിൽ അവർ എത്രത്തോളം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന കാര്യം സംശയമാണ്. കാരണം അപ്പോൾ ഇറാന്റെയും പാകിസ്ഥാന്റെ ഇടയിലാണ്. അഫ്ഗാൻ, ഇറാൻ, പാകിസ്ഥാൻ ഇത്രയും പ്രദേശങ്ങൾ അവിടെ ഉണ്ട്. അപ്പം മെയിൻ പ്ലേയേഴ്സ് ആണ് അവിടെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊരു രാജ്യത്തിലോട് നിൽക്കുന്ന നിരന്തര സംഘർഷമായിരിക്കും. പിന്നുള്ള സ്കോപ്പ് തജിക്കിസ്ഥാനൊക്കെ പോലെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുക എന്നുള്ളത്. തജിക്കിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള രാജ്യമാണ്. തജിക്കിസ്ഥാൻ പൊതുവെ വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇവർക്ക് വയലന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇവരെ ബാക്കിലുണ്ട്. പിന്നെ പാകിസ്ഥാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിട്ടുപോയെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഇപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം അതിൻ്റെ നടുവിലുണ്ട്. പിന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇളവാണെന്ന് തോന്നായി. നമുക്ക് അവിടെ ഒരു തുറമുഖം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ തുറമുഖം ലീസിനെടുത്താണ്. അപ്പൊ ആ തുറമുഖം നമ്മളെ കയ്യിലുള്ള കാലത്തോളം നമുക്ക് അവരെ നേരിട്ട് സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ അഫ്ഗാൻ മുജാഹിദീൻസ് വഴിയൊക്കെയാണ് സഹായം എത്തിച്ചുകൊണ്ടിരുന്നത്. റഷ്യൻ മാഫിയ, IB എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ മാഫിയ ആയിട്ടും ബന്ധമെല്ലാം വിചാരിക്കരുത്. ഇവരെ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ഇവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഉപയോഗിക്കും. ഇവർ ആരെയും പൂർണ്ണമായി വിശ്വസിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ചില റോയും ISIയും ചില മിഷൻസ് ചിലപ്പോൾ അവർ ഒരുമിച്ച് ചെയ്തു വരും. ചില ഇന്റർനാഷണൽ മിഷനൊക്കെ ചിലപ്പോൾ അവരൊന്ന് കോമൺ ശത്രുവിനെതിരെ ഒരുമിച്ച് വരും. നമ്മൾ കാണുന്നതല്ല ഈ സ്പൈസിന്റെ ലോകം, അല്ലെങ്കിൽ എസ്പെനാഷൻ എന്ന് പറഞ്ഞ വേറൊരു ഏരിയ ആണ്. അവിടെ സ്ഥിരം ശത്രുക്കളും ഇല്ല. ജെയിംസ് ബോണ്ട് സിനിമ ഉണ്ട് ഏതാണ്ട് പിടിയിട്ട്. നിങ്ങൾ സിനിമ ഉണ്ടാണോ കാര്യം മനസ്സിലായി. ഈ സിനിമയെ പലതും ഉള്ള യാഥാർത്ഥ്യമാണ്. നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ
സിനിമയും കൂടെയാണ്. ലോകത്തിലെ ഏലിയൻസിനൊക്കെ 3-4 രൂപ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അമേരിക്കയിൽ ഏലിയൻസിനെ പറ്റി ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന അമേരിക്കയിലാണ്. അമേരിക്കയിലെ നാസയൊക്കെ പുറത്തിടുന്ന വിവരങ്ങൾ ഇത് സിനിമക്കാർക്ക് അവർ കൊടുക്കും. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ നാസയ്ക്ക് വന്ന ഏലിയൻസ് ഉണ്ട് ഞങ്ങൾ കണ്ടെന്ന് പറയാൻ പറ്റും. അപ്പം എന്താ വെച്ചാൽ 3-4 ഇങ്ങനെ രൂപങ്ങൾ നിങ്ങൾ ലോകത്തുള്ള ഏലിയൻസിൽ നിങ്ങൾ നോക്കിയാൽ മതി. 2-3 രൂപങ്ങളാണ്, 3 രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മനുഷ്യൻ്റെ ഒരു ചെറിയ രൂപം, അല്ലെങ്കിൽ ഈ 8-കാലിൻ്റെ രൂപം, അതല്ലെങ്കിൽ ഈ പിന്നെ ഋതിക് റോഷൻ്റെ ആ പടത്തിലുള്ള പോലെ അങ്ങനെ ഒരു തവളേൻ്റെ ഒക്കെ രൂപത്തിലുള്ള രൂപം. ഈ രൂപത്തിലാണ് നിങ്ങൾ പൊതുവെ ഏലിയൻസിനെ ലോകത്തുള്ള സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? എന്തോ വിവരം നാസയ്ക്കുണ്ട്. അതവരെന്ത് നേരിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. അത് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് റൈറ്റേഴ്സിനൊക്കെ ആയിട്ട് അവർ ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഇപ്പോൾ പത്രപ്രവർത്തകർ ഇപ്പോൾ ഷ്യാമിന് ഇവിടെ അവന് ഈ പോലീസുകാർ ഭയങ്കര ബന്ധമാണല്ലോ, അവന് പല കാര്യങ്ങളും അവർ ഓർത്തി കൊടുക്കില്ലേ? അതുപോലെ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.